പഴയ തെക്കിൻ്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമമായിരുന്നു എലവള്ളി. അവിടെ കുന്നിൻ ചെരുവിൽ കാട് അതിരിടുന്ന ഒരിടത്ത് ഒരു വലിയ പഴയ തറവാടുണ്ടായിരുന്നു. അതിനെ ആളുകൾ വാര്യത്ത് വീട് എന്ന് വിളിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വീടിന് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു, കൂടുതലും ഭയപ്പെടുത്തുന്നവ. ആരും ധൈര്യശാലികളായിരുന്നില്ല ആ വീടിന് അടുത്തുപോലും പോകാൻ. കാരണം രാത്രികാലങ്ങളിൽ ആ വീടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അത് നേർത്ത തേങ്ങലായിരിക്കും, മറ്റു ചിലപ്പോൾ ഹൃദയം പിളർക്കുന്ന ഒരു അലർച്ചയായിരിക്കും. ആ നിലവിളിക്കുന്ന സ്ത്രീയെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചു. ചിലർ പറഞ്ഞു അത് ആത്മഹത്യ ചെയ്തൊരു യുവതിയുടെ പ്രേതമാണെന്ന്. മറ്റു ചിലർ ആ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ട നിരപരാധിയായ ഒരു സ്ത്രീയുടെ ആത്മാവാണെന്നും വിശ്വസിച്ചു. ഗ്രാമവാസികൾ ആ വീടിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് ആ വഴിക്ക് പോലും പോകാറില്ലായിരുന്നു. വർഷങ്ങളോളം വീട് ഒഴിഞ്ഞു കിടന്നു. അതിൻ്റെ ജനലുകൾ തകർന്നു, മേൽക്കൂര പൊളിഞ്ഞു, ചുറ്റും കാട് വളർന്നു. വവ്വാലുകളും മൂങ്ങകളും അതിനെ വാസസ്ഥലമാക്കി മാറ്റി. ഒരു ദിവസം രാഹുൽ എന്നൊരു യുവ എഴുത്തുകാരൻ എലവള്ളിയിൽ എത്തിച്ചേർന്നു. നഗരത്തിലെ തിരക്കുകൾ മടുത്ത് ശാന്തമായൊരിടം തേടിയാണ് രാഹുൽ എത്തിയത്. ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും നിഗൂഢതകളും രാഹുലിനെ ആകർഷിച്ചു. വാര്യത്ത് വീടിനെ കുറിച്ചുള്ള കഥകൾ കേട്ടപ്പോൾ രാഹുൽ എന്ന എഴുത്തുകാരൻ്റെ മനസ്സിൽ ഒരു പുതിയ ആശയം മുട്ടിട്ടു. ഒരു ഹൊറർ നോവൽ. ഭയമില്ലാതെ രാഹുൽ ആ വീട് വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. ഗ്രാമവാസികൾ രാഹുലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രാഹുൽ അവരുടെ വാക്കുകൾ ചെവികൊണ്ടില്ല. രാഹുൽ വീടിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി കാര്യങ്ങൾ സംസാരിച്ചു. വളരെ കുറഞ്ഞ വാടകയ്ക്ക് രാഹുലിന് വീട് ലഭിക്കുകയും ചെയ്തു. കാരണം ആരും അങ്ങോട്ട് അടുക്കാൻ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല. ഒരു ഭാഗത്ത് ഗ്രാമവാസികളുടെ ഭയവും മറുഭാഗത്ത് രാഹുലിൻ്റെ സാഹസികതയും. രാഹുൽ ആ വീട്ടിലേക്ക് താമസം മാറ്റി. വീടിൻ്റെ പഴക്കം രാഹുലിനെ അത്ഭുതപ്പെടുത്തി. കൂറ്റൻ മരത്തൂണുകൾ, വലിയ ജനലുകൾ, കട്ടിയുള്ള ചുമരുകൾ എല്ലാം കാലപ്പഴക്കത്തിൻ്റെ കഥകൾ പറഞ്ഞു. രാഹുൽ തൻ്റെ ആദ്യത്തെ രാത്രി വാര്യത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ചിലവഴിച്ചു. ഇരുട്ട് പരന്നപ്പോൾ കാടിൻ്റെ ശബ്ദങ്ങൾ വീടിനുള്ളിൽ കൂടുതൽ വ്യക്തമായി കേട്ടു തുടങ്ങി. രാഹുൽ തൻ്റെ ലാപ്ടോപ്പിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഒരു നേർത്ത തേങ്ങൽ രാഹുലിൻ്റെ ചെവിയിലെത്തി. ആദ്യം രാഹുൽ അത് കാറ്റിൻ്റെ ശബ്ദമാണെന്ന് കരുതി. എന്നാൽ ശബ്ദം പതിയെ കൂടി വന്നു. അതൊരു സ്ത്രീയുടെ ദുർബലമായ തേങ്ങലായിരുന്നു. രാഹുലിൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. എങ്കിലും ഭയം മറച്ചുപിടിച്ച് രാഹുൽ ശബ്ദം എവിടെ നിന്നാണെന്ന് ശ്രദ്ധിച്ചു. അത് മുകളിലത്തെ നിലയിൽ നിന്നായിരുന്നു. ധൈര്യം സംഭരിച്ച് രാഹുൽ മെല്ലെ പടികൾ കയറി. പടികൾക്ക് പഴക്കം കാരണം നേരിയ ശബ്ദമുണ്ടായിരുന്നു. മുകളിലെ നിലയിലെ ഒരു അടഞ്ഞ മുറിയിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് രാഹുൽ മനസ്സിലാക്കി. ആ മുറിയുടെ വാതിൽ താനെ തുറന്നു. അവിടേക്ക് നോക്കിയപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ മുറിയിൽ വല്ലാത്തൊരു തണുപ്പ് രാഹുലിന് അനുഭവപ്പെട്ടു. അപ്പോൾ ആ തേങ്ങലൊരു അലർച്ചയായി മാറി. ഹൃദയം പിളർക്കുന്ന ഒരു നിലവിളി. രാഹുൽ ഭയം കൊണ്ട് വിറച്ചുപോയി. അയാൾ വേഗം താഴെ കൂടി. ആ രാത്രി രാഹുൽ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ രാഹുൽ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആളായ അപ്പൂപ്പനെ കാണാൻ പോയി. അപ്പൂപ്പന് വാര്യത്ത് വീടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് രാഹുൽ വിശ്വസിച്ചു. അപ്പൂപ്പൻ രാഹുലിനോട് ഒരു പഴയ കഥ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് കാർത്യാനി എന്നൊരു സുന്ദരിയായ യുവതി ആ വീട്ടിൽ താമസിച്ചിരുന്നു. അവൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നാൽ വാര്യത്ത് വീട്ടിലെ കാരണവരുടെ മകനുമായി അവൾ പ്രണയത്തിലായി. അത് നാട്ടിൽ വലിയ ചർച്ചയായി. അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ വാര്യത്ത് തറവാട്ടിലെ ആളുകൾ ഇത് അംഗീകരിച്ചില്ല. കുഞ്ഞിനെ അവർ കാർത്യാനിയിൽ നിന്ന് ബലമായി പിടിച്ചുമാറ്റി. കാർത്യാനിയെ അവർ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ കാർത്യാനി ആ മുറിയിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു. അവൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ശാപം നൽകി. തൻ്റെ കുഞ്ഞിനെ കാണാതെ തൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ലെന്ന്. അപ്പൂപ്പൻ്റെ വാക്കുകൾ രാഹുലിനെ ഞെട്ടിച്ചു. ആ നിലവിളി കാർത്യാനിയുടേതായിരുന്നു. അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ അവൾ ഇപ്പോഴും അവിടെ അലഞ്ഞുതിരിയുന്നു. രാഹുലിന് കാർത്യാനിയോട് സഹതാപം തോന്നി. അവളുടെ ആത്മാവിന് ശാന്തി നൽകണമെന്ന് രാഹുൽ തീരുമാനിച്ചു. കാർത്യാനിയുടെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാൻ രാഹുൽ തീരുമാനിച്ചു. ഗ്രാമത്തിലെ പഴയ രേഖകൾ പരിശോധിച്ചപ്പോൾ കാർത്യാനിയുടെ കുഞ്ഞിനെ മറ്റൊരു ദൂരദേശത്തുള്ള ദമ്പതികൾക്ക് ദത്ത് നൽകിയതായി രാഹുൽ കണ്ടെത്തി. വർഷങ്ങൾ കൊണ്ട് അവരുടെ തലമുറ എവിടെയാണെന്ന് കണ്ടെത്താൻ രാഹുൽ ശ്രമിച്ചു.
ഒരുപാട് തിരഞ്ഞതിന് ശേഷം രാഹുൽ കാർത്യാനിയുടെ കുഞ്ഞിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഒരു സ്ത്രീയെ കണ്ടെത്തി. അവരുടെ പേര് മീനാക്ഷി. അവർക്ക് കാർത്യാനിയെക്കുറിച്ചോ വാര്യത്ത് വീടിനെക്കുറിച്ചോ യാതൊന്നും അറിയില്ലായിരുന്നു. രാഹുൽ മീനാക്ഷിയെ എലവള്ളിയിലേക്ക് കൊണ്ടുവന്നു. വാര്യത്ത് വീട്ടിൽ വെച്ച് രാഹുൽ നടന്നതെല്ലാം മീനാക്ഷിയോട് പറഞ്ഞു. ആദ്യമൊന്നും വിശ്വസിക്കാൻ മീനാക്ഷി തയ്യാറായില്ല. എന്നാൽ രാഹുൽ എല്ലാ തെളിവുകളും നിരത്തി. കാർത്യാനി ആത്മഹത്യ ചെയ്ത അതേ മുറിയിൽ വെച്ച് രാഹുൽ ഒരു പൂജ നടത്തി. മീനാക്ഷിയും രാഹുലിനൊപ്പം നിന്നു. പൂജയുടെ സമയത്ത് മുറിയിൽ ഒരു നേർത്ത കാറ്റ് വീശി. ഭിത്തിയിൽ പതിച്ചിരിക്കുന്ന പഴയ ചിത്രം നിലത്തേക്ക് കാണും. ആ ചിത്രത്തിൽ കാർത്യാനിയുടെ ഒരു രൂപം രാഹുൽ കണ്ടു. അപ്പോൾ ഒരു സ്ത്രീയുടെ നേർത്ത തേങ്ങൽ കേട്ടു. പക്ഷെ അത് ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് സമാധാനമുള്ള ഒന്നായിരുന്നു. തേങ്ങൽ പതിയെ ഇല്ലാതായി. അന്ന് രാത്രിക്ക് ശേഷം ആ വീടിനുള്ളിൽ നിന്ന് ആരും നിലവിളി കേട്ടിട്ടില്ല. കാർത്യാനിയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു. വാര്യത്ത് വീട് ശാന്തമായി. രാഹുൽ തൻ്റെ നോവൽ പൂർത്തിയാക്കി. നിലവിളിക്കുന്ന വീട് എന്ന പേരിൽ ആ പുസ്തകം വലിയ വിജയമായി. രാഹുൽ ആ വീട് പുനരുദ്ധീകരിച്ച് അതിനെ ഒരു സ്മാരക കേന്ദ്രമാക്കി മാറ്റി. കാർത്യാനിയുടെ കഥ പിന്നീട് വരുന്ന തലമുറകൾക്ക് പ്രചോദനമായി. സ്നേഹവും സത്യവും എപ്പോഴും നിലനിൽക്കുമെന്നും മരണശേഷവും ആത്മാക്കൾക്ക് ശാന്തി നേടാൻ കഴിയുമെന്നും ആ വീട് പിന്നീട് തെളിയിച്ചു.